ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പിഡേ. കാർപ്പിഡേത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത് ഇന്നലെ PSC പുറത്തുവിട്ട ആംഡ് SI റിസൾട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ നിലവിൽ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് വരാൻ പോകുന്ന സിവിൽ SI അതിൻ്റെയും കുറച്ച് ഡീറ്റെയിൽസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് PSC ആംഡ് SIയുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് പുറത്തുവിട്ടത്. അതായത് 2023 വന്ന ഷോർട്ട് ലിസ്റ്റിൽ ആംഡ് SIക്ക് 45 മാർക്കായിരുന്നു കട്ട് ഓഫ്. അത് 2024 വന്നപ്പോൾ 52.33 ഉയർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും SI എക്സാം എഴുതാത്ത ഒരാൾ ചിന്തിക്കുന്നതാണ് 7 മാർക്കിനേക്കാൾ ഉപരിയായിട്ട് ആളുകൾ പഠിച്ചു തുടങ്ങി. അങ്ങനെയാണ് പൊതുവായിട്ട് ഇത് വിലയിരുത്തപ്പെടുക. അതായത് നന്നായിട്ട് ആളുകൾ പഠിച്ചു തുടങ്ങി, കോമ്പറ്റീഷൻ വർദ്ധിച്ചു, അല്ലെങ്കിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമായിരുന്നു. ഈ നിലക്കായിരിക്കും കട്ട് ഓഫിനെ വിലയിരുത്തുക. ഇതിനോടകം തന്നെ പലരും കട്ട് ഓഫ് ഉണ്ടായിരുന്നു. അത് ഇനി വരുന്ന ടേബിളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2023 മെയിൻ ലിസ്റ്റ് ചെയ്ത ആളുകൾ എത്ര ആളുണ്ടായിരുന്നു എന്ന് നോക്കൂ. 928 പേരെ മെയിൻ ലിസ്റ്റ് ചെയ്ത സ്ഥലത്ത് കട്ട് ഓഫിൻ്റെ അത്ര ആളുകളെയാണ് മെയിൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആംഡ് SIക്ക് വേണ്ടിയിട്ട് 52 പേര്. ഭയങ്കര കോമഡിയാണല്ലേ. 928 നിന്നും 52 ഒരു ചാട്ടം. 2023 പ്രസിദ്ധീകരിച്ച ലിസ്റ്റും ഒരു വർഷത്തേക്കുള്ളതാണ്. 2024 ഇന്നലെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റും ഒരു വർഷത്തേക്കുള്ളതാണ്. ഈ 52 പേരെയാണ് നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അപ്പം നിങ്ങൾ 10 പേരെയാണോ ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? 5 ഇരട്ടി ആളുകളെയാണല്ലോ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. അതായത് ഫിസിക്കലുള്ള കാര്യത്തിൽ 5 മുതൽ 10 ഇരട്ടി വരെ ആളുകളെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. സോ അങ്ങനെ വെച്ച് നോക്കിയാൽ 52 പേരിൽ നമുക്ക് 10 പേരാണ് മെയിൻ ലിസ്റ്റിൽ നിന്ന് ജോലിക്ക് കിട്ടാൻ സാധ്യത എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. PSC എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇപ്പോൾ ഇത് 928 ആയിരുന്നെങ്കിൽ 52 പേരെടുത്തിട്ട് പോലും കട്ട് ഓഫ് 52.33 എത്തിയിട്ടുള്ളൂ എങ്കിൽ 928 പേരെടുത്തിരുന്നെങ്കിൽ കട്ട് ഓഫ് 40-നോടടുത്തായിരിക്കും. ഉറപ്പല്ലേ? 52 പേരെടുത്തിട്ട് പോലും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് പോലും കട്ട് ഓഫ് 52.33 എത്തിയിട്ടുള്ളൂ. 52 രണ്ടും 52 ആണ്. വളരെ കാണാൻ നല്ല രസമുണ്ട്. അതാണെങ്കിൽ 928 പേരെടുത്തിരുന്നെങ്കിൽ കട്ട് ഓഫ് എത്ര വരുമായിരുന്നു? സോ കട്ട് ഓഫ് പറഞ്ഞവർക്ക് തെറ്റുപറ്റിയതാണോ അതോ PSCക്ക് ആളുകൾ എടുക്കാൻ കഴിയാത്തതാണോ ഇവിടെ പ്രശ്നം? ഇതാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തെ ലിസ്റ്റ് ഇനി ഇത് നടത്തിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പ്രിലിമും മെയിനൊക്കെ നടത്തിയിട്ട് ഈ 10 പേരെ നിയമിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു പ്രൊസീജിയർ ഇനിയും നടത്തിക്കൊണ്ട് പോകണോ എന്ന് PSC ചിന്തിക്കണം. എത്ര കടമ്പനാണ്? പ്രിലിമ് എഴുതണം, പിന്നെ മെയിൻ എഴുതണം, പിന്നെ അത് കഴിഞ്ഞ് കട്ട് ഓഫ് വന്നിട്ട് ഫിസിക്കലിന് പോകണം, വെരിഫിക്കേഷൻ പോകണം, ഇൻ്റർവ്യൂവിന് പോകണം, മെഡിക്കലുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു റാങ്ക് ലിസ്റ്റ് വരിക. സോ ഈ 52 പേരിൽ ഈ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇനി ഫിസിക്കലുണ്ട്, വെരിഫിക്കേഷൻ ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്, മെഡിക്കലുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് എത്തുമ്പോൾ എത്ര പേരാണ് PSC ഉദ്ദേശിക്കുന്നത്? 10 പേരാണോ അതോ 10 പേരിൽ താഴെയാണ്? സോ ഈ 10 പേരെയാണ് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഓരോ വർഷം എക്സാം നടത്തുന്നത്? കാരണം ഇതിൻ്റെ പേരിൽ ഉദ്യോഗാർത്ഥികൾക്കും ഗവൺമെൻറ്റിനും നന്നായിട്ട് പൈസ ചിലവാകുന്നുണ്ട് ഒരു എക്സാം നടത്താൻ. എത്രമാത്രം ശരിയാണ്, 10 പേര് പക്ക നല്ല അടിപൊളിയായിരിക്കും കിട്ടാൻ പോകുന്നത്. സോ അടിപൊളിയായിട്ട് കിട്ടാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ 6 മാസത്തിൽ നടത്തിക്കോ. 2 പേരെ വെച്ച് നമുക്ക് അടിപൊളിയുള്ള 2 പേരെ വെച്ച് നമുക്ക് ഓരോ 6 മാസത്തിലും കയറ്റാം. സോ അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പറയും PSC UPSCയിൽ അങ്ങനെയാണ്, SSCയിൽ അങ്ങനെയാണെന്നൊക്കെ. SSCയും UPSCയൊക്കെ ആൾറെഡി ഒരു വർഷത്തേക്കുള്ള ആളുകളുടെ വാക്കൻസി പുറത്ത് വിട്ടതിന് ശേഷമാണ് അപേക്ഷകരെ വിളിക്കുന്നത്. നമ്മളോ എക്സ്പെക്റ്റഡ് ആണ് ഒരു വർഷത്തിൽ വന്നു ചേരണം നമുക്ക്. ആ ഒരു വർഷത്തിൽ എത്ര പേരും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വേക്കൻസി 45 ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ 45 പേരെടുത്തോ. അതിന് ഉദ്യോഗാർത്ഥികളും അതിന് അഡ്ജസ്റ്റഡ് ആയിരിക്കും. കാരണം 45 വേക്കൻസി ഉള്ളൂ. സോ ഒരു 50-100 പേരെടുത്താൽ മതി.
അല്ലെങ്കിൽ 10 വേക്കൻസി ഉള്ളൂ. സോ ഈ പറയുന്ന 52 പേരെ എടുത്താൽ മതി എന്നുള്ളത് എല്ലാവർക്കും ഡൈജസ്റ്റഡ് ആണ്. പിന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റ് ലെവലിൽ ഇങ്ങനെ 10 ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ഇത്രയും വലിയ റവന്യൂ ഗവൺമെൻറ്റും ഉദ്യോഗാർത്ഥികളും ചിലവാക്കുന്നുണ്ട്. കാരണം അധികം എക്സാം സെൻ്ററൊക്കെ കിട്ടുന്നത് വളരെ ദൂരെയാണ്. രാവിലെ 7 മണിക്കാണ് എക്സാം നടത്തുന്നത്. സോ അവിടെ എത്തിച്ചേരാനുള്ള കഷ്ടപ്പാട്, തലേ ദിവസം റൂം എടുത്ത് കഷ്ടപ്പാട്, ഇത്രയും കഷ്ടപ്പാട്. പിന്നെ ഇനി വരാൻ പോകുന്നത് ഫിസിക്കലിന് 1 മാസം 2 മാസം 3 മാസമുള്ള കഷ്ടപ്പാട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെരിഫിക്കേഷന് വേണ്ടി പോകണം, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകണം, തലേ ദിവസം പോകണം, റൂം എടുക്കണം. അങ്ങനെ എത്ര കടമ്പ കഴിഞ്ഞിട്ടാണ് ഈ ലാസ്റ്റ് 10 പേർക്ക് ജോലി കിട്ടുന്നത്. സോ ഇത്രയും വലിയ കടമ്പുള്ള ഒരു എക്സാമിൽ അത്യാവശ്യം ഒരു 100 വേക്കൻസിയെങ്കിലും കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ വർഷം നിങ്ങൾ നടത്തിക്കോ, പക്ഷെ ഓരോ വർഷവും അതിൻ്റെ ഡിസംബർ ആകുമ്പോഴേക്കും അടുത്ത നോട്ടിഫിക്കേഷൻ എന്തിനു പുറത്തു വിടണം? നിങ്ങളൊരു വർഷം ഗ്യാപ്പ് ഇട്ട് നടത്തൂ, അപ്പോൾ കുറച്ച് വേക്കൻസി ഉണ്ടാവും, ഒരു 50 വേക്കൻസി എങ്കിലും ഉണ്ടാവും. അപ്പോൾ നടത്തുന്നതുകൊണ്ടല്ലേ ഇതുകൊണ്ട് ഉപകാരമുള്ളൂ. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാൻ കൂടിയാണല്ലേ, അല്ലാതെ സേനയിലേക്ക് ഏറ്റവും മികച്ച ആളുകൾ ലഭിക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ളിടത്തൊന്നും നല്ല ആളുകൾ വേണ്ടേ? LDCയിൽ നല്ല ആളുകൾ വേണ്ടേ? അല്ലെങ്കിൽ KASൽ നല്ല ആൾ വേണ്ടേ? അല്ലെങ്കിൽ ബാക്കിയുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ നല്ല ആളുകൾ വേണ്ടേ? യൂണിഫോം പോസ്റ്റിൽ മാത്രം നല്ല ആളുകളെ മതിയോ? ഏറ്റവും മികച്ച ആളുകളെ മതിയോ? ഈ SI എന്ന് പറയുന്നതാണോ ഏറ്റവും വലിയ ജോലി? IPS നല്ല SI ആണോ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനേക്കാളും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും നല്ല വലിയൊരു ജോലി? ഒരു വർഷത്തെ ലിസ്റ്റ് ആണെങ്കിലും നിങ്ങളൊരു വർഷം ഗ്യാപ്പ് ഇട്ട് എക്സാം നടത്തും. 2023 അടുത്ത 24 ഗ്യാപ്പ് ഇട്ട് 25 നടത്തും. പിന്നെ അപ്പോൾ ഒരു വർഷത്തെ ലിസ്റ്റ് വാലിഡിറ്റി മതി. പക്ഷേ ഒരു വർഷമെങ്കിലും വാക്കൻസി മുൻകൂട്ടി കണ്ടെത്താൻ കഴിയണം. അപ്പോൾ ഈ പറയുന്ന 50 വേക്കൻസിക്കോ 20 വേക്കൻസിക്കോ നിങ്ങൾ നോട്ടിഫൈ ചെയ്യൂ, എന്നിട്ട് അതിലേക്ക് ഇടും. അപ്പോൾ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം. ഇത്ര ആളുകളെ ഉള്ളൂ, ഇത്ര മതി. നമുക്കറിയാം ഇപ്പോൾ ഈ 52 എടുത്ത ആളുകളിൽ ഫിസിക്കലിൽ ഒരു 30, കാരണം അത്രയും ബ്രൈറ്റ് ആയ ആളുകളാണ്. പിന്നെ SI ആർമറിലും സിവിലും ഒരേ ആളുകൾ ഉണ്ടാവും. ഏറ്റവും മാർക്ക് കൂടുതൽ വാങ്ങിയവർ 2 പേരിലും സെയിം ആയിരിക്കും. ഈ പറയുന്ന 52 പേര് ഷുവറായിട്ടും നമുക്ക് സിവിലുണ്ടാവും. സോ ഈ ആർമറിലേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അത്രയും വേക്കൻസി കുറവാണ്. 10 വേക്കൻസി ആണോ 5 വേക്കൻസി ആണോ PSC എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 516 പേരാണ് 2023 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം 63 പേരായിട്ട് ചുരുക്കിയിട്ടുണ്ട്. എങ്കിലും മെയിൻ ലിസ്റ്റിലേറെ കഴിഞ്ഞ തവണ 928 മെയിനും അതിൻ്റെ പകുതി 516 സപ്ലിമെൻ്ററി ആണെങ്കിൽ ഇപ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ 92 സപ്ലിമെൻ്ററി കൂടുകയും ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വരുമ്പോൾ 1428 പേരെ എടുത്തു കൊടുത്ത് 115 പേരെയാണ് എടുത്തിട്ടുള്ളത്. 8% മാത്രം ആളുകളാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അപേക്ഷിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ 8% ആളുകൾ മാത്രമാണ്. 10% പോലും ആളുകളെ എടുത്തിട്ടില്ല. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ 2023 ഇപ്പോൾ 2024 വന്ന റാങ്ക് ലിസ്റ്റിൽ 393 പേരാണ് അവസാനം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ 928 പേരിൽ 393 പേരാണ് മെയിൻ ലിസ്റ്റിൽ നിന്നും യോഗ്യത നേടിയത്. ഏകദേശം 40% ആളുകൾ. സപ്ലിമെൻ്ററിൽ 516 നിന്നും 162 പേര് മാത്രമാണ് യോഗ്യത നേടിയത്. ടോട്ടൽ 1428 555 പേര് മാത്രമാണ്, അതായത് 1/3 പേര് മാത്രമാണ് യോഗ്യത നേടിയത്. മെയിൻ ലിസ്റ്റിൽ ഏറ്റവും കൂടിയ മാർക്ക് 61.67 കുറഞ്ഞ മാർക്ക് 45 മാർക്കുമാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് ഇപ്രാവശ്യത്തേക്ക് വരുമ്പോൾ നമുക്ക് കട്ട് ഓഫ് 52.33 ആണ് ഇപ്പോൾ കട്ട് ഓഫ് പുറത്ത് വന്നിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ 52 പേര്, സപ്ലിമെൻ്ററിൽ 63 പേര്, ടോട്ടൽ 115 പേര്. അതിൽ റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് ഫിസിക്കൽ കഴിയുമ്പോൾ ഒരു 20 പേര് നമുക്ക് പ്രതീക്ഷിക്കാം. സപ്ലിമെൻ്ററിൽ നിന്ന് 25 പേര് പ്രതീക്ഷിക്കാം. അങ്ങനെ ടോട്ടൽ 45 പേരുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന വലിയ മാർക്ക് നേടിയവർ 55-60 ഇടയ്ക്കായിരിക്കും നമുക്ക് മെയിൻ ലിസ്റ്റ് മാക്സിമം മാർക്ക് വരിക. കാരണം നല്ല ടഫുള്ള എക്സാം ആയിരുന്നു എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം. സോ അതുകൊണ്ട് തന്നെ ഒരു 52.33 ആയിരിക്കും ഏറ്റവും കുറവ്, കാരണം അതാണ് കട്ട് ഓഫ്. അതിൽ കുറയാൻ കഴിയില്ല. സോ 55.60 മാർക്ക് ആയിരിക്കും ഇതിൽ, 55 to 60 ആയിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക്. ഇനി സിവിൽ ഇത് വെച്ചിട്ട് നമുക്ക് സിവിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു 3 ഇരട്ടി ആളുകളെ മാത്രമേ എടുക്കൂ എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതിലേറെ വേക്കൻസി സിവിലിലും വരാൻ പോകുന്നില്ല. സോ അത് വെച്ച് നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് സിവിലിലും നമ്മളൊരു അനലൈസ് നടത്തിയിട്ടുണ്ട്. അത് 23 നമുക്ക് സിവിലിൽ 43.33 ആയിരുന്നു കട്ട് ഓഫ്.
അതിൽ 1739 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. 1046 പേരെയാണ് സപ്ലിമെൻ്ററിയിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ മൊത്തം 2785 പേരെ ലിസ്റ്റിലെടുത്തു. ഈ ലിസ്റ്റിൽ ഇത്രയും ആളുകൾ എടുക്കാൻ കാരണം ഒരുപാട് പേര് PSC കമ്മീഷനോട് പരാതി നൽകിയതിന് ശേഷം, കാരണം ഫിസിക്കലിൽ ഒരുപാട് പേര് തോറ്റു പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് PSC 2019 ഈ 2022 ഒക്കെ ലിസ്റ്റിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താൻ തുടങ്ങിയത്. വീണ്ടും PSC വാക്കൻസിക്ക് അനുവാദികമായിട്ട് മാത്രമായിട്ട് ആളുകൾ എടുക്കാൻ തുടങ്ങി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഈ 1739 പേരിൽ 694 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. 1046 പേരിൽ സപ്ലിമെൻ്ററിയിലെ 214 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. ടോട്ടൽ 2785 പേര് 908 പേരാണ് ഇടം പിടിച്ചത്. ഇത് 40-നോടടുത്താണ് ആളുകൾ പാസ്സായിട്ടുള്ളത് ഫിസിക്കൽ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ ഏറ്റവും കൂടിയ മാർക്ക് 61.67 കുറഞ്ഞ മാർക്ക് 63.33 മാർക്കും ആയിരുന്നു. ഈ ആമഡിൻ്റെയും സിവിലിൻ്റെയും കാറ്റഗറി വൈസ് എത്ര ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സെഷൻ്റെ ശേഷം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ മാർക്ക് വളരെ ഹൈ കട്ട് ഓഫ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും സപ്ലിമെൻ്ററിയിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്നറിയാം. സോ സപ്ലിമെൻ്ററി എത്ര വരെ നമുക്ക് വരാം, ഇത് വെച്ചിട്ട് സപ്ലിമെൻ്ററിയിൽ എത്ര പേരെ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ അത് ശരിയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ആമഡിൻ്റെ ആൾറെഡി വന്നിട്ടുണ്ടാവും. ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരുന്നവരുടെ കാര്യം പ്രാവശ്യം പറയേണ്ടി വരും. കാരണം കുറേ ആളുകൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് സപ്ലിമെൻ്ററിയിലാണ്. സോ അവരെത്ര പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരാം എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. സോ ഇത് സപ്ലിമെൻ്ററിയുടെ കാര്യം മാത്രമാണ്, OC ഉള്ളവർക്ക് ബാധകമല്ല. OCയുടെ കട്ട് ഓഫ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ റിസർവേഷനിൽ എത്ര പേരെ ഉൾപ്പെടാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആമഡിൽ കഴിഞ്ഞ പ്രാവശ്യം 2023 ഇപ്പോൾ 2024 നിലവിലുള്ള ലിസ്റ്റിൽ 41.33 വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്രാവശ്യം 2 മാർക്ക് കുറവ്, നമ്മൾ 50 കട്ട് ഓഫ് പറഞ്ഞാണ്. സോ അതിനേക്കാളും 2 മാർക്ക് കുറവ്, മെയിൻ കട്ട് ഓഫിനേക്കാളും 2 മാർക്ക് കുറവിൽ 70-ലുള്ള ആളുകൾ ഉൾപ്പെടാം. മുസ്ലിംസിൽ വരുമ്പോൾ 4 മാർക്ക് വരെ കുറവിൽ ഉള്ളവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. OBC വരുമ്പോൾ 2 മാർക്കോളം ഉണ്ടാവും. SCയിൽ 6 മാർക്കോളം കുറഞ്ഞ ആളുകളും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. STയിൽ 10 മുതൽ 15 മാർക്ക് വരെയുള്ള കുറവുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടാവും. EWSൻ്റെ കാര്യം വരുമ്പോൾ 2 മാർക്ക് കുറവ് വരെയുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടാവും. മറ്റുള്ളവർ ഒരു 4 മാർക്ക് വരെയുള്ളവർ കുറവുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ലാറ്റിന് 6 മാർക്ക് വരെ കുറവുള്ളവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. മാക്സിമമാണ് പറയുന്നത്, അത്ര ഡിഫറൻസിൽ വരെയുള്ളവരാണ് ഉൾപ്പെട്ടിട്ടുണ്ടാവും. സിവിലിൻ്റെ കേസിലേക്ക് നമ്മുടെ കട്ട് ഓഫ് നമ്മളിപ്പോൾ പറഞ്ഞ 47.33 കട്ട് ഓഫ് ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 43.33 വന്നപ്പോൾ 41.33 വരെ 70-ൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇപ്രാവശ്യം ഒരു 3 മാർക്ക് കുറവ്, 47.33 കട്ട് ഓഫ് എങ്കിൽ 3 മാർക്ക് കുറവ് വരും. 44.33 വരെ 70 ലിസ്റ്റിൽ ഉൾപ്പെടും. മുസ്ലിംസ് വരുമ്പോൾ ഒരു 4 മാർക്ക് കുറവിൽ ഉൾപ്പെടാം. OBC ആണെങ്കിൽ 2 മാർക്കിന് കുറവിന് ലിസ്റ്റിൽ ഉൾപ്പെടാം. SC ഒരു 6 മാർക്ക് കുറവ് വരെ ഉൾപ്പെടാം. ST ഒരു 25.33 മുകളിൽ മാർക്കുള്ളവർക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാമെന്ന് പ്രതീക്ഷിക്കാം. EWS 2 മാർക്ക് കുറവുള്ളവർ വരെ ലിസ്റ്റിൽ ഉൾപ്പെടാം. ഈ 2 മാർക്ക് അതേഴ്സ് ഒരു 3 മാർക്ക് കുറവ് വരെയുള്ളവർ, ലാറ്റിന് ഒരു 6 മാർക്ക് കുറവ് വരെയുള്ളവർ ഉൾപ്പെടാമെന്ന് പ്രതീക്ഷിക്കും. ഇതിനേക്കാളും 1 മാർക്ക് അധികമൊക്കെ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്രാവശ്യം സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നത്. സോ ഈ 47 മാർക്ക് ഉള്ളവർ 43.33 മാർക്ക് ഉള്ളവർക്ക് വരെ സപ്ലിമെൻ്ററിയിൽ വരും. 43.33 മുകളിലുള്ളവർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ടാവും ഈ പറയുന്ന കാറ്റഗറിയിൽ. അത് ഈ പറഞ്ഞൊരു ഡിഫറൻസിനനുസരിച്ചായിരിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. സോ ആ നിലയിലൊക്കെ ലിസ്റ്റ് മാറിയിട്ടുണ്ട്. സോ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക, പ്രതീക്ഷകളും കമൻറ്റ് ചെയ്യുക. സപ്ലിമെൻ്ററിൽ ഉൾപ്പെടുത്തിയ ആളുകൾക്ക് കിട്ടിയ മാർക്ക് ഏകദേശം സെയിം ആണെങ്കിൽ
നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം, നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി എഴുതുക. അതുപോലെ ഈ ഒരു വർഷത്തെ റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് വിചാരിക്കുന്നത്, അതുപോലെ തന്നെ PSC ഇങ്ങനെ ലിസ്റ്റ് ചുരുക്കിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിതുകൊണ്ട് മുന്നോട്ട് പോകണം, ഇതിങ്ങനെയൊന്നും ആയപ്പോരാ. സോ സിവിലിന് നമുക്ക് ഇത്തരത്തിൽ കട്ട് ഓഫ് 908 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉള്ളത്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ ആരെയും ഉൾപ്പെടെ നമുക്ക് ഇതുവരെ അഡ്വൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം മുൻനിർത്തിയാണ് PSC ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അവർ സത്യസന്ധമായ കാര്യമാണ്, പക്ഷേ അവരുടെ പ്രൊസീജിയറാണ് തെറ്റ്. ഈ പറയുന്ന ഓരോ വർഷവും പെട്ടെന്ന് ഇടുന്ന ലിസ്റ്റ് എന്തിനാണെന്ന് അറിയില്ല. വാക്കൻസി ഇല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും ചിലവ് വരുത്തിയിട്ട് ഗവൺമെൻറ്റിനും ഉദ്യോഗാർത്ഥികൾക്കും ബുദ്ധിമുട്ടിച്ച് പണം ചിലവാക്കി ഇങ്ങനെ ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ വർഷവും ലിസ്റ്റ് ഇടുന്നുണ്ട് എന്നുള്ള ചോദ്യം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അല്ലാതെ ഇല്ലാത്ത വേക്കൻസി ഉണ്ടാക്കാനൊന്നും PSCക്ക് ആവില്ല. അതിന് PSCയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. സോ ഇതിൽ ഗവൺമെൻറ്റും റെസ്പോൺസിബിൾ ആണ്. ഗവൺമെൻറ്റും ഉത്തരം പറയണം. ഇങ്ങനെ നടത്തേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ വേക്കൻസി എന്തുകൊണ്ട് വരുന്നില്ല, എന്തുകൊണ്ട് ഇപ്പോഴും തസ്തികകൾ പുനർനിർണ്ണയിക്കുന്നത് ഇപ്പോഴും വൈകുന്നത് എന്തുകൊണ്ടാണ്, സ്റ്റേഷനുകളിൽ ആളുകളില്ല എന്നുള്ള പരാതികളൊക്കെ വരുന്നുണ്ട്, പ്രൊമോഷൻ കാര്യക്ഷമമായി നടന്നിട്ടില്ല. സോ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തീർത്താൽ മാത്രമാണ് നമുക്ക് കാര്യമായിട്ടൊരു 100 വേക്കൻസിയെങ്കിലും കണ്ടെത്താൻ സാധിക്കുള്ളൂ വർഷത്തിൽ, അല്ലെങ്കിൽ ഇടവിട്ട് നടത്തേണ്ടി വരും. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 47.33 കട്ട് ഓഫ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള ഒരു കട്ട് ഓഫാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്രാവശ്യം സിവിലിൽ. ഈ ഒരു 52.33 വെച്ച് നോക്കിയാൽ 47.33 താഴാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഒരു 150 മുതൽ 200 പേര് വരെ മാക്സിമം മെയിൻ ലിസ്റ്റിലുണ്ടാവും. സപ്ലിമെൻ്ററി 200 മുതൽ 250 പേര് ഉണ്ടാവും. കാരണം ഇപ്പോഴൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്ററിയിൽ കൂടുതൽ ആളുകൾ എടുക്കുക എന്നുള്ളതാണ്. കാരണം മെയിൻ ലിസ്റ്റിൽ വളരെ ആൾ കുറവായതുകൊണ്ട് തന്നെ പ്രാതിനിധ്യം റിസർവേഷനിൽ ഉള്ള ആളുകൾ കുറഞ്ഞു പോകും എന്നുള്ളത് PSCക്ക് തോന്നുന്നത് കൊണ്ടാണ് പ്രകാരം കൂടുതൽ ആളുകളെ എടുക്കുന്നത് സപ്ലിമെൻ്ററി. സോ റിസർവേഷൻ ഓപ്പൺ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള റിസർവേഷൻ വരുമ്പോൾ സപ്ലിമെൻ്ററിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ടാണ്. പിന്നെ മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഫിസിക്കൽ പാസ്സാവുമെന്നും അറിയില്ലല്ലോ. സോ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് സപ്ലിമെൻ്ററിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2785 പേരെ എടുത്തോടത്ത് മാക്സിമം ഒരു 450 പേര്, 500 താഴെ ആളുകളായിരിക്കും വരാൻ പോകുന്നത്. 694 പേരാണ് ടോട്ടൽ നമ്മൾ അന്ന് ഈ സിവിലിൽ ഈ പറഞ്ഞ 1739 ജയിച്ചതെങ്കിൽ ഒരു 55 മുതൽ 70 പേര് വരെ, മാക്സിമം 100 താഴെ ആയിരിക്കും, 70 പേര് വരെയൊക്കെ മെയിൻ ലിസ്റ്റിലുണ്ടാവും. ഫിസിക്കൽ കഴിഞ്ഞാൽ അത് സപ്ലിമെൻ്ററിലാണെങ്കിൽ 100 അടുത്ത് ഉണ്ടാവും. ടോട്ടൽ നമുക്കൊരു 150-160 പേര് ടോട്ടൽ ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ അത്ര പേരാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. കാരണം ഫിസിക്കലൊന്നും ഇത്രയും ഹൈ മാർക്ക് വാങ്ങിയവർക്ക് ഒരിക്കലും നേടാൻ കഴിയില്ല. പിന്നെ അവർക്ക് വേറെ ലിസ്റ്റിൽ ഇപ്പോൾ ഉണ്ടാവും, ആ ലിസ്റ്റിലേക്ക് പോകും. ഇപ്പോൾ ഇതൊരു ക്യൂരിയോസിറ്റി കൊണ്ട് എഴുതിയവരുണ്ടാവും. പിന്നെ SIയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് പിൻവലിയുന്നവരുണ്ടാവും. പിന്നെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത് ഫിസിക്കൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ പോയിട്ട് നമ്മൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യുമല്ലോ, നമുക്കിത് കിട്ടുമല്ലേ, 8ൽ 5 ഐറ്റം കിട്ടുമെന്നുള്ളത് തന്നെ പകുതി ആളുകൾ പിൻവലിഞ്ഞു പോകും. കാരണം എക്സാം എഴുതുമ്പോൾ നമുക്ക് ഫിസിക്കൽ എത്തും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഈ എക്സാം അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങിയ കളി വ്യത്യസ്തമാവും. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഒരു 30% ആളുകൾ, ഇത്രയും വരില്ല, 30%ഓളം ആളുകളെ ഫിസിക്കൽ പാസ്സാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും നല്ല മാർക്കുള്ള ആളുകളാണ് ലിസ്റ്റിലുള്ളത്. സോ അവരൊക്കെ വിജയിക്കുക എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും 30-40% മാക്സിമം ആളുകൾ വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിലും 70 വരെ അല്ലെങ്കിൽ 95 വരെ, മൊത്തം 150-165 പേരെ മെയിൻ ലിസ്റ്റിൽ എത്തുള്ളൂ. ബാക്കിയെല്ലാം അതിനിടയ്ക്ക് കൊഴിഞ്ഞു പോകും. 61.67 ആയിരുന്നു അന്ന് കൂടിയ മാർക്ക്. കുറഞ്ഞ മാർക്ക് റാങ്ക് ലിസ്റ്റിൽ 43.33 അത് ഇപ്രാവശ്യം 47.43 അടുത്തായിരിക്കും കുറഞ്ഞത്. കൂടിയത് ഒരു 55 മുതൽ 60 വരെയൊക്കെ ഉണ്ടാവും. കാരണം ടഫായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച്. ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫായിരുന്നു. ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് പലരും പറയുന്നത് കട്ട് ഓഫ് പ്രഡിക്ഷനൊക്കെ തെറ്റി എന്നുള്ള രീതിയിലാണ്. ഇവിടെ പ്രഡിക്ഷൻ അല്ല തെറ്റിയത്, നമ്മുടെ തെറ്റിയത് വാക്കൻസിയുടെ കണക്കെടുപ്പാണ്. ഈ ഒരു രീതിയിൽ ഈ പറയുന്ന 1739 പേരെടുക്കുകയാണെങ്കിൽ കട്ട് ഓഫ് 40 ആയിരിക്കും, അല്ലെങ്കിൽ അതിലും താഴെ ആയിരിക്കും. സോ 40-നോടടുത്ത് 40-40-നോടടുത്ത് നിൽക്കുന്ന ഒരു കട്ട് ഓഫ് തന്നെയായിരിക്കും. ഈ 1739 200ലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് 47.somethingലേക്ക് എത്തുന്നത്. എങ്കിൽ 1500ഓളം ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ എത്ര മാർക്ക് കട്ട് ഓഫ് വരും? അപ്പോൾ കട്ട് ഓഫ് പ്രഡിക്ഷൻ ആണോ
അതോ വാക്കൻസി പ്രഡിക്ഷൻ ആണോ മാറിയത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. സോ നിങ്ങൾക്ക് കിട്ടിയ സിവിലിൽ കിട്ടിയ മാർക്ക് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് മെസ്സേജ് വന്നിരുന്നു. ഇനി മെസ്സേജ് വന്നവർക്ക് തന്നെ എല്ലാവർക്കും കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ മെസ്സേജ് ഇല്ലാത്തവർക്ക് വരാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് PSC SI എന്നുള്ള യൂണിഫോം പോസ്റ്റ് വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി അടുത്ത വർഷമൊക്കെ നമുക്ക് കട്ട് ഓഫ് പറയുമ്പോൾ തന്നെ നമ്മൾ 50-ന് മുകളിലായിരിക്കും കട്ട് ഓഫ് പറയുക എന്നുള്ളത് ഉറപ്പാണ്. അത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വർഷം ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ ലിസ്റ്റിൻ്റെ കാലാവധി കൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പോം വഴി കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറയുന്ന 10-20 വേക്കൻസിക്ക് വേണ്ടി മാത്രമായിട്ട് എക്സാം നടത്തേണ്ടി വരും. അതിപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് PSC പുറത്തുവിടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരമായിരിക്കും. വേണമെങ്കിൽ അപേക്ഷിച്ചാൽ മതിയല്ലോ. ഇതിപ്പോൾ ഈ പറയുന്ന 1500 പേരെ ലിസ്റ്റിലെടുക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പ്രിലിമും മെയിനും ഒക്കെ എഴുതി യൂണിഫോമും തുന്നിയ ആളുകൾ കാത്തിരിക്കുന്നത്. ലിസ്റ്റിൽ വരിക എന്നുള്ളത് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ പോലും. കാരണം ആ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോവുക എന്നുള്ളത് തന്നെ അവർ ഈ പറയുന്ന ഫിസിക്കലിലൂടെ കടന്നു പോവുക, എന്നിട്ട് പ്രതീക്ഷിച്ചിരിക്കുക, നാട്ടിൽ പറയാം SIൻ്റെ മെയിൻ ലിസ്റ്റിലുണ്ട് എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഈ കാലഘട്ടത്തിൽ വലിയ കാര്യമായിട്ട് കാണുന്നുണ്ട്. കാരണം അത്രയും മാത്രം ടഫായിക്കൊണ്ടിരിക്കുന്നു, അത്രയും മാത്രം ഗവൺമെൻറ് ജോലിക്ക് പ്രാമുഖ്യം കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് അടുത്ത ഒരു എക്സാമിൽ ഇപ്പോൾ ഈ എക്സാമിൽ തകർന്നവർക്ക് അടുത്ത എക്സാമിലേക്കുള്ള പ്രചോദനം കുറയുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്രാവശ്യം 50 മുകളിൽ മാർക്ക് വന്നിട്ടുണ്ടല്ലോ, സോ എന്നിട്ട് നന്നായിട്ട് പഠിച്ചേക്കാം എന്ന് പറയുന്ന 10% പേരെ ഉണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ ഇതിനി പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ചിന്തിക്കുക. അത് PSC മനസ്സിലാക്കണം. ഇവിടെ നഷ്ടപ്പെടുന്നത് 90% ആളുകൾക്കുള്ള ഹോപ്പ് നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ഇതിൽ നിന്നും സപ്ലിമെൻ്ററിയിലോ അല്ലെങ്കിൽ പുറത്തായ ആളുകൾ ഇനി ഞാനിത് പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് എത്തിച്ചേരുന്നത്. ബാക്കിയൊരു 10% UPSCക്കും പിന്നെ KSനും പോലെ SSCക്കൊക്കെ വേണ്ടി ചെയ്യുന്നവർ മാത്രം ഇതിലൂടെ വന്നിറങ്ങിപ്പോവും. അവരൊരു വർഷം 2 വർഷം ജോലി ചെയ്ത് അടുത്ത എക്സാമിലേക്ക് പോകും, അടുത്ത ജോലിയിലേക്ക് പോകും. അവർക്ക് അങ്ങനെ ജോലി കിട്ടിക്കൊണ്ടിരിക്കും. ആ ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിഫോമിൽ SI ഒരു കിട്ടാക്കനിയായി മാറാൻ പോവുകയാണ് എന്നാണ് ഈ വാക്കൻസിയും ഈ ഒരു ട്രെൻഡും സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇതിനൊരു ഈ രീതിയിൽ തന്നെ മതിയോ, ഒരു വർഷം തന്നെ മതിയെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ല ഒരു വർഷം വാക്കൻസി ഇട്ട് നടത്തണോ അതോ 3 വർഷത്തോളം ഇതിൻ്റെ വാലിഡിറ്റി കൂട്ടണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറയാം. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ലിസ്റ്റിനെ കുറിച്ച് മാത്രമല്ല, ഇനി വരുന്ന ലിസ്റ്റിനെ കുറിച്ചും ഒക്കെ ബാധകമാണ്. ഇനി ഇങ്ങനെയായിരിക്കും. ആർമഡിൽ ഒരു 10 വാക്കൻസിയോളവും സിവിലിൽ ഒരു 50 വാക്കൻസിയോളം രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. ഇതുവരെ കഴിഞ്ഞ ലിസ്റ്റിൽ ഇതുവരെ ആരെയും നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. ഈ ഒരു ഡിസംബറിനുള്ളിൽ ഒരു 5-6 പേരെ നിയമിക്കാൻ കഴിഞ്ഞു. 6 മാസത്തോളമായി ലിസ്റ്റ്. സോ മനസ്സിലാക്കണം, ഈ പറയുന്ന നമ്മൾ പറയുന്ന ഈ 100-ന് താഴെ 50-നോടടുത്തൊക്കെ ആയിരിക്കും വേക്കൻസി എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.